Hi. Today we will see the last part of this lesson. So I would like to tell you that you must watch and listen this last session so carefully, because you will have so many discourses from this lesson, like a live TV reporter, travel essay, narration. But we will discuss all these discourses after studying this lesson in the next session. So now let's go to the last part. Okay. We are now going down rapidly. Mr. Mallet keeps crying. Throw out more ballast. Throw out more ballast. And the sand and the stones that we throw over come back into our faces as if they are going up, thrown from below toward the stars. So rapid is our descent. See, this paragraph shows the speedy descent of balloon. It's going down so rapidly. വളരെ വേഗത്തിൽ അതിങ്ങനെ താപ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. So, Lieutenant Mallet asked Captain Jovis to throw out some ballast outside the basket in order to reduce its weight and make the balloon go up. അപ്പോൾ അതിങ്ങനെ വളരെ വേഗത്തിൽ താപ്പോണ്ട് പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് Lieutenant Mallet asked Captain Jovis to throw out some ballast outside the basket. ആ ബാസ്ക്കറ്റിന് വെളിയിലേക്ക് അതിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന സാൻഡും സ്റ്റോണും, ബാഗിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന സാൻഡും സ്റ്റോണും വെളിയിലേക്ക് എറിയണം. അപ്പോൾ അങ്ങനെ വെളിയിലേക്ക് എറിയുമ്പോൾ ഇന്നത്തെ ഭാരം കുറഞ്ഞിട്ട് ഇത് മുകളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അത് വെളിയിലേക്ക് എറിയാനായിട്ട് ലെഫ്റ്റനന്റ് മാലറ്റ് ക്യാപ്റ്റൻ ജോയ്സിനോട് ആവശ്യപ്പെടുന്നു. Whenever he throws the ballast outside the basket, it comes back into their faces as if somebody were throwing it toward the stars from the earth. പക്ഷേ ഈ ക്യാപ്റ്റൻ ജോവിസ് ഇതെടുത്ത് ഈ ബാലസ്റ്റ് എടുത്ത് വെളിയിലേക്ക് എറിയുമ്പോഴൊക്കെ അതിങ്ങനെ നേരെ തിരിച്ച് അവരുടെ മുഖത്തേക്ക് തന്നെ വരികയാണ്. അതായത് ഭൂമിയിൽ നിന്ന് ആരോ നക്ഷത്രങ്ങളെ നോക്കി കല്ല് വലിച്ചെറിയുന്നത് പോലെ അതിങ്ങനെ മുകളിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. ദാറ്റ് മീൻസ് ദ ബലൂൺ ഈസ് ഡിസെൻഡിങ് സോ റാപ്പിഡ്ലി. നല്ല വേഗത്തിൽ ആ ബലൂൺ ഇങ്ങനെ താപ്പോട്ടേക്ക് പോകുന്നു എന്നാണ് അതിൽ നിന്ന് അർത്ഥമാക്കാൻ കഴിയുന്നത്. Here is the earth. Where are we? It's now past midnight and we are crossing a broad, dry, well-cultivated country. To the right is a large city and farther away to the left is another. But suddenly, from the earth appears a bright, fiery light. It disappears, reappears and once more disappears. But one hardly has time to see them, as the balloon passes as quickly as the wind. Now they are able to see the earth. ഭൂമി കാണാൻ കഴിയുന്നു. And it's past midnight. സമയം അർദ്ധരാത്രി കഴിഞ്ഞിരിക്കുന്നു. The balloon is crossing a wide, well cultivated countryside. ശരിക്കും ബലൂൺ ഇപ്പോൾ നല്ല കാർഷിക സമൃദ്ധി നിറഞ്ഞ ഒരു ഗ്രാമത്തിലൂടെ ഇങ്ങനെ പോവുകയാണ്, വിശാലമായ ഗ്രാമത്തിലൂടെ. ഇറ്റ് ലൈസ് ബിറ്റ്വീൻ ടു ലാർജ് സിറ്റീസ്. ആ ഗ്രാമപ്രദേശം ശരിക്കും രണ്ട് വലിയ നഗരങ്ങൾക്കിടയിലായിട്ടാണ് കിടക്കുന്നത്, പരന്നു കിടക്കുന്നത്. സഡൻലി ദർ അപ്പിയേഴ്സ് എ ഫെയറി ലൈറ്റ് ഫ്രം ദി എർത്ത്. പെട്ടെന്ന് അവിടെ ഒരു തിളങ്ങുന്ന ബൾബ്, ഡെക്കറേറ്റിംഗ് ബൾബ്സിൻ്റെ ഒരു പ്രകാശം പെട്ടെന്ന് പ്രത്യക്ഷമാകുന്നു. ഇറ്റ് സീംസ് ടു ഡിസപ്പിയർ, റീഅപ്പിയർ ആൻഡ് ഡിസപ്പിയർ അഗെയിൻ. അതിങ്ങനെ പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നു, വീണ്ടും പ്രത്യക്ഷമാകുന്നു, വീണ്ടും അപ്രത്യക്ഷമാകുന്നു, ഇങ്ങനെ പോവുകയാണ്. വൺ കാൻറ്റ് സീ ഇറ്റ് പ്രോപ്പർലി. പെട്ടെന്ന് അത് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ബിക്കോസ് ദ ബലൂൺ ഈസ് പാസിങ് ദ ഏരിയ സോ ക്വിക്ലി, ലൈക്ക് വിൻഡ് ബ്ലോയിങ്. കാറ്റിങ്ങനെ ശക്തമായിട്ട് അടിച്ചങ്ങ് പോകുന്നത് പോലെ ബലൂൺ ഇങ്ങനെ വേഗത്തിൽ ആ ഒരു ഏരിയ പാസ് ചെയ്ത് പോകുന്നത് കൊണ്ട് പെട്ടെന്ന് ഒരാൾക്ക് അതെന്ത് പ്രകാശമാണെന്നുള്ളത് തിരിച്ചറിയാനൊക്കില്ല.
കഴിയുന്നില്ല, തിരിച്ചറിയാനായിട്ട് കഴിയുന്നില്ല. We are now quite near the earth and Bio exclaims, "Look at that. What is that running over there in the fields? Isn't it a dog?" Indeed. Something is running along the ground with a great speed. This something seems to jump over ditches, roads, trees with such ease that we could not understand what it might be. The captain laughs. It is the shadow of a balloon. It will grow as we descend. We are now quite near the earth. They are quite near the earth now. ഇപ്പം ഭൂമിയോട് വളരെ അടുത്തിരിക്കുകയാണ്. മിസ്റ്റർ എറ്റിയറിൻ ബിയർ exclaims that something like a dog running along the ground. It jumps over the ditches, roads and trees with a great speed. അപ്പോൾ ഭൂമിയോട് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മിസ്റ്റർ എറ്റിയറിൻ ബിയർ വളരെ അത്ഭുതത്തോടുകൂടി പറയുകയാണ്, സംതിങ് ലൈക്ക് എ ഡോഗ്, പട്ടിയെപ്പോലെ എന്തോ ഒന്ന് റണ്ണിങ് അലോങ് ദ ഗ്രൗണ്ട്. ആ ഗ്രൗണ്ടിലൂടെ ഇങ്ങനെ ചീറിപ്പായുക മാത്രമല്ല, ഇറ്റ് ജംപ്സ് ഓവർ ദ ഡിച്ചസ്, ചെറിയ ചെറിയ കുഴികൾക്ക് മുകളിലൂടെ എടുത്ത് ചാടുന്നു. റോഡ്സ്, ട്രീസ്, മരങ്ങൾക്ക് മുകളിലൂടെ, റോഡിന് മുകളിലൂടെയൊക്കെ ഇങ്ങനെ ചാടിയതിങ്ങനെ പോവുകയാണ്. ഹിയറിംഗ് ദിസ്, ക്യാപ്റ്റൻ ജോയ്സ് laughs and explains to them, it's nothing other than the balloon, the shadow of the balloon. ഇത് കേട്ടുകൊണ്ട് ക്യാപ്റ്റൻ ജോവിസ് ഒന്ന് ചിരിച്ചു. എന്നിട്ട് അദ്ദേഹം അവരോട് പറഞ്ഞു, ഇത് മറ്റൊന്നുമല്ല, ഇത് നമ്മുടെ ബലൂണിൻ്റെ ഷാഡോ ആണ്, നിഴലാണ്. ഇറ്റ് വിൽ ഗ്രോ ആസ് ദ ബലൂൺ ഡിസൻസ്. അതിങ്ങനെ വലുപ്പം വെച്ച് വരും. എപ്പോഴാണ് ബലൂൺ ഇങ്ങനെ താപ്പോട്ടേക്ക് പോകുന്നതനുസരിച്ച് അതിൻ്റെ വലുപ്പം ഇങ്ങനെ കൂടി വരുമെന്ന് അദ്ദേഹം. See the next. I distinctly hear a great noise of foundries in the distance, and according to the polar star which we have been observing all night, we are heading straight for Belgium. The author can hear the distant noise of foundries workshop. ഈ മെറ്റലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന, മെറ്റലിൻ്റെ പണി നടക്കുന്ന, ലോഹങ്ങളുടെ പണി നടക്കുന്ന ആലയുണ്ടല്ലോ, അതിനെയാണ് ഫൗണ്ടറീസ് എന്ന് പറയുന്നത്, വർക്ക്ഷോപ്പ്. ആ വർക്ക്ഷോപ്പിലെ ഡിസ്റ്റൻറ്റ് നോയ്സ്, വളരെ വിദൂരയായിട്ടുള്ള ആ ശബ്ദങ്ങൾ ഓതറിന് കേൾക്കാൻ കഴിയുന്നുണ്ട്. ദാറ്റ് മീൻസ് ദേ ആർ നിയറിങ് ദ എർത്ത്. ഭൂമിയോട് അവരിങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അതിന് ഉദ്ദേശിക്കുന്നത്. ബൈ ഒബ്സർവിങ് polar star, they come to know that the balloon is heading toward Belgium. പോളാർ സ്റ്റാറിനെ നിരീക്ഷിച്ചുകൊണ്ട് അവർ മനസ്സിലാക്കി ബലൂൺ ഇപ്പം പോകുന്നത് നേരെ എങ്ങോട്ടേക്കാണ്, ബെൽജിയത്തിലേക്കാണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട്. Once the travelers used to consider polar star as a way to find directions, as it's consistent in its position. See the next paragraph. Our siren and our two horns are continually calling. We bellow, where are we? But the balloon is going so rapidly that the bewildered man has not even time to answer us. The growing shadow of Lehola, as large as a child's ball, is fleeing before us over the fields, roads and woods. It goes along steadily, preceding us by about a quarter of a mile, and now I am leaning out of the basket, listening to the roaring of the wind in the trees and across the harvest field. I say to Captain Jovis, how the wind blows. The sound of siren and horns is ringing continually. The travelers in the balloon shouting and asking themselves where they are. The man who is responsible to answer these questions is completely frightened and confused. He doesn't have even time to answer. That man is Lieutenant Mallet, who stands on the net
to watch the movement of Lehola. Now the shadow of balloon becomes as large as a child's ball. ആ ബലൂണിൻ്റെ നിഴൽ ഒരു കുട്ടികൾ ഉപയോഗിക്കുന്ന പന്തിൻ്റെ അടുപ്പത്തോളം ആയിരിക്കുന്നു. ഇറ്റ് ഗോസ് ബിഫോർ ദം ഓവർ ദ ഫീൽഡ്, ഓവർ ദ റോഡ്സ്, വുഡ്സ് ആൻഡ് റിവേഴ്സ്. അവർക്ക് മുമ്പിലൂടെ അതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നദികൾക്ക് മുകളിലൂടെ, റോഡിന് മുകളിലൂടെ, കുന്നുകൾക്ക് മുകളിലൂടെ ഒക്കെയായിട്ട് അതിങ്ങനെ, പറമ്പുകൾക്ക് മുകളിലൂടെയൊക്കെ ആയിട്ട് ആ ബലൂണിൻ്റെ നെടിലിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുന്നു. Now the author leans out of the basket and listens the roaring of wind. Then he says to Captain Jovis, a wild storm is pursuing them. Author ഇപ്പോൾ ആ ബാസ്ക്കറ്റിന് തപ്പോട്ടേക്ക് ചാഞ്ഞ് കിടന്നുകൊണ്ട് മരങ്ങൾക്കിടയിലൂടെ കാറ്റിങ്ങനെ ശക്തമായിട്ട് അടിക്കുന്നത് ഇങ്ങനെ ശ്രദ്ധിക്കാൻ ശ്രമിക്കുന്നു. പിന്നീട് ഈ കാറ്റ് ശക്തമായിട്ട് അടിക്കുന്നത് ക്യാപ്റ്റൻ ജോവിസിനെ ബോധ്യപ്പെടുത്താനോട് ശ്രമിക്കുകയാണ്. ബട്ട് ക്യാപ്റ്റൻ ജോവിസ് ട്രൈസ് ടു ഡിസ്ട്രാക്ട് ഹിം ആൻഡ് സെയ്സ് ഇറ്റ് ഈസ് ഓൺലി ദ സൗണ്ട് ഓഫ് വാട്ടർഫോൾ, ഇറ്റ് ഈസ് നോട്ട് ദ സ്റ്റോം. That means he doesn't want to frighten his fellow travelers. If they come to know that a wild storm is following them, it will frighten all the travelers. ഇപ്പോൾ അവർ ഒരു വലിയ കാറ്റ് അവർ ബലൂണിന് പിന്നാലെ ഇങ്ങനെ ശക്തമായിട്ട് പാഞ്ഞു വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഭയചകിതരായി പോവുകയും ചെയ്യും. അത് ചിലപ്പോൾ വലിയൊരു അപകടത്തിലേക്ക് നയിക്കുകയും ചെയ്യാം. അപ്പം അതുകൊണ്ട് Captain Jovis, a man of powerful mind, doesn't want to frighten them. So he tries to turn the subject by saying that it is the sound of a waterfall. അതുകൊണ്ടാണ് ക്യാപ്റ്റൻ ജോവിസ് നമ്മുടെ ഓതറിൻ്റെ അടുത്ത് പറഞ്ഞത് ഇത് വൈൽഡ് സ്റ്റോം അല്ല, അത് വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദമാണെന്ന് പറയാനായിട്ട് ശ്രമിച്ചത്. But he is quite sure that it is the sound of storm. പക്ഷേ ക്യാപ്റ്റൻ ജോവിസിന് വളരെ വ്യക്തമാണ് അത് എന്താണ് നല്ല കാറ്റടിക്കുന്നതിൻ്റെ ശബ്ദം തന്നെയാണെന്നത് ഉള്ളത് വളരെ വ്യക്തവുമാണ്. Suddenly the lights of a town appear before us. Such a wonderful flow of fire appears below us that I think myself transported in some fairyland where precious stones are manufactured for giants. Here the author is able to see the lights of a town. It looks like a fairyland. It shines like a fairyland. So he feels that all of them are transported to that fairyland, imaginary land. അപ്പോൾ അവരുടെ ബലൂണിന് തൊട്ടു താഴെയുള്ള നഗരം പ്രകാശപൂരിതമായിട്ട് നിൽക്കുന്ന കാഴ്ച ഓതർ കാണുന്നു. ആ കണ്ടു കഴിയുമ്പോൾ അദ്ദേഹത്തിന് തോന്നുന്നത് ഇതൊരു ഫെയറി ലാൻഡ് പോലെ, മീൻസ് ഒരു ഇമാജിനറി ലാൻഡ്, ഒരു സാങ്കല്പിക ലോകം പോലെ തോന്നുകയാണ്. ആ സാങ്കല്പിക ലോകത്തിലേക്ക് തങ്ങളിങ്ങനെ ഒഴുകി പോകുന്ന പോലെ ഓതറിന് തോന്നുന്നു. The clouds are gathering behind us, hiding the moon, whereas towards the east the sky is growing lighter. Now they can't see the moon. ചന്ദ്രനെ കാണാനായിട്ട് കഴിയുന്നില്ല, കാരണം ചന്ദ്രൻ്റെ പ്രകാശം മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ബിക്കോസ് ദ മൂൺ ഈസ് ഹിഡൻ ബൈ ദ ക്ലൗഡ്സ്. ആ മൂണിനെ ശരിക്കും ഇപ്പോൾ മേഘങ്ങൾ മറച്ചിരിക്കുകയാണ്, ആവരണം ചെയ്തിരിക്കുകയാണ്. whereas towards the east the sky becomes lighter. പക്ഷേ നേരെ കിഴക്കോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആകാശം ചെറുകെ തെളിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഇറ്റ്സ് കളർ ഈസ് ബ്ലൂ മിക്സഡ് വിത്ത് റെഡ് നൗ. അതായത് ഇപ്പോൾ ശരിക്കും ചുവപ്പോട് കൂടിയ ഒരു നീല നിറത്തിൽ പ്രഭാതം ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചുവപ്പ് നിറം കലർന്ന ഒരു ഭംഗിയുള്ള ആകാശത്തിൻ്റെ നിറമുണ്ടല്ലോ, കാഴ്ചയുണ്ടല്ലോ, അങ്ങനെയായി മാറിയിരിക്കുന്നു ചെറുകെ ആകാശം. ഓൾ ദ little details on the earth are visible now. The sides of trains, brooks, cows, goats, they can hear the sound of cocks and ducks. ഇതൊക്കെ അവർക്ക് കാണാൻ കഴിയുന്ന കാഴ്ചകൾ. The early rising peasants are waving their arms and crying to us, let's do yourself drop. But we go along steadily, neither rising nor falling.
leaning over the edge of the basket and watching the world fleeing under our feet. The early rising peasants, that means as usual the peasants awake in the early morning and engage in their routine. Here, when they see the balloon passing over them, they try to wave their hands at the travelers in the balloon and ask them to jump downward. അപ്പോൾ പ്രഭാതമായി തുടങ്ങിയപ്പോഴത്തേക്കിനും അതിരാവിലെ എഴുന്നേൽക്കുന്ന കർഷകർ അവരുടെ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട്, ജോലിയിൽ വ്യാപൃതരാകാൻ വേണ്ടിയിട്ട് അതിരാവിലെ എഴുന്നേറ്റ് അവർ റെഡിയാകുകയാണ്. അപ്പോൾ തലയ്ക്ക് മുകളിലൂടെ ഈ ബലൂൺ ഇങ്ങനെ പാസ് ചെയ്യുന്ന കാഴ്ച കാണുമ്പോൾ അവർ അതിലെ ട്രാവലേഴ്സിനെ, യാത്രക്കാരെ നോക്കി ഇങ്ങനെ കൈവീശി കാണിക്കുന്നുണ്ട്. അവരോട് ആവശ്യപ്പെടുകയാണ് താപ്പോട്ടേക്ക് എടുത്ത് ചാടാൻ. ബട്ട് ദ ബലൂൺ ഈസ് നൈദർ റൈസിങ് ഓർ ഫോളിങ്, ഇറ്റ്സ് ഗോയിങ് സ്റ്റെഡ്ലി. ആ ബലൂൺ മേപ്പോട്ടേക്ക് വരികയോ താപ്പോട്ടേക്ക് താഴുകയോ, ഇറ്റ്സ് ഗോയിങ് സ്റ്റെഡ്ലി, അതിങ്ങനെ നേരെ അങ്ങ് പോവുകയാണ്. സോ ഓൾ ദ ട്രാവലേഴ്സ് in the basket, in the balloon, leaning over the edge of the basket and watching the world running under the balloon. ഈ ബലൂണിന് ബാസ്ക്കറ്റിൻ്റെ വക്കിലോട് ഇങ്ങനെ ചാഞ്ഞ് കിടന്നിട്ട് അവരുടെ തൊട്ടു താഴേക്കൂടെ പാസ് ചെയ്യുന്ന ലോകത്തെ ഇങ്ങനെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് ആ ബലൂണിൽ യാത്ര ചെയ്യുന്ന എല്ലാ യാത്രക്കാരും. And indeed, far ahead of us stretches a bright highway in the light of the dawning day. Yes, it looks like a river, an immense river full of islands. Get ready for the descent, cries the captain. He makes Mr. Mallet leave his net and return to the basket. Then we pike the barometers and everything that could be injured by possible shocks. Mr. Buzzard exclaims, "Look at the mast over there to the left. We are at the sea. Fogs have hidden it from us until then. The sea is everywhere to the left and opposite us." Here they can see a bright highway just in front of the balloon. It's so bright in the light of the dawning day. It looks like a large river full of islands. അപ്പോൾ അവർക്ക് ആ ബലൂണിന് തൊട്ട് മുൻപിലായിട്ടൊരു വിശാലമായ ഒരു ഹൈവേ കാണാൻ കഴിയുന്നുണ്ടോ. ഇറ്റ്സ് സോ ബ്രൈറ്റ്, നല്ല തിളങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. ഇൻ ദ ലൈറ്റ് ഓഫ് ദ ഡോണിങ് ഡേ, ആ പ്രഭാതത്തിലെ പ്രകാശമേറ്റിങ്ങനെ അതിങ്ങനെ തിളങ്ങുന്നു. ശരിക്കും അത് കണ്ടു കഴിഞ്ഞാൽ ഇറ്റ് ലുക്സ് ലൈക്ക് എ റിവർ, എ ലാർജ് റിവർ, ആൻ ഇമൻസ് റിവർ, എ ലാർജ് റിവർ, വലിയൊരു നദി പോലെയാണ്, ഫുൾ ഓഫ് ഐലൻഡ്സ്. വാഹനങ്ങൾ അതിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഇത് കാണുമ്പോൾ ദ്വീപുകൾ, ഒരുപാട് ദ്വീപുകൾ ഇങ്ങനെ കൂടിക്കിടക്കുന്ന ഒരു നദി പോലെ തോന്നുകയാണ് ശരിക്കും ആ ഹൈവേ കണ്ടു കഴിഞ്ഞാൽ. Then Captain Jovis asks everybody in the balloon to get ready for the landing. So Mr. Mallet, who stands on the net between the basket and the balloon, watching the movement of the Lehola, is asked to leave the net and return to the basket. So they have to pike the barometers and all other small things that could be damaged by the shock of the land. ക്യാപ്റ്റൻ ജോവിസ് ആ ബലൂണിലുണ്ടായിരുന്ന എല്ലാവരോടും ആവശ്യപ്പെട്ടു, പെട്ടെന്ന് തന്നെ എല്ലാവരും റെഡിയാകുക, ലാൻഡിങ് നടക്കാൻ പോകുന്നു, പെട്ടെന്ന് തന്നെ റെഡിയാകുക. സ്വാഭാവികമായിട്ടും മിസ്റ്റർ മാലിറ്റ്, ഹു സ്റ്റാൻഡ്സ് ഓൺ ദ നെറ്റ് ബിറ്റ്വീൻ ദി ബാസ്ക്കറ്റ് ആൻഡ് ദി ബലൂൺ, ആ ബലൂണിനും ബാസ്ക്കറ്റിനും ഇടയിലായിട്ട് നിൽക്കുന്ന നമ്മുടെ ഇടയിലുള്ള നെറ്റിൽ നിൽക്കുന്ന നമ്മുടെ മിസ്റ്റർ ലെഫ്റ്റനൻറ്റ് മാലറ്റിൻ്റെ അടുത്തും ആവശ്യപ്പെട്ടു, ലീവ് ദ നെറ്റ് ആൻഡ് റിട്ടേൺ ടു ദ ബാസ്ക്കറ്റ്. ഇത്രയും പെട്ടെന്ന് നെറ്റിൽ നിന്ന് ഇറങ്ങി ബാസ്ക്കറ്റിലേക്ക് വരിക. ഇനിയും എന്തിനുള്ള ടൈമാണ്? ദേ ഹാവ് ടു പാക്ക് ദ ബാരോമീറ്റേഴ്സ് ആൻഡ് ഓൾ അതർ സ്മോൾ തിങ്സ്. എല്ലാ ചെറിയ ചെറിയ സാധനങ്ങളും പെട്ടെന്ന് പൊട്ടിപ്പോകാവുന്ന അല്ലെങ്കിൽ നശിച്ചു പോകുന്ന എല്ലാ ചെറിയ ചെറിയ സാധനങ്ങളും പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്യണം. അത് സ്വാഭാവികമായി ലാൻഡ് ചെയ്യുമ്പോഴുള്ള ഷോക്കിൽ ഇതെല്ലാം നശിച്ചു പോകും. ദെൻ മിസ്റ്റർ ബസന്ത് exclaims and says to them that he sees the mast over there to the. It is the sign of the. Nobody has seen that till then because it has been hidden by fog. അവർ പാക്കിംഗ് ഒക്കെ
ഇങ്ങനെ പാക്കിംഗ് ഈസ് ഗോയിങ് ഓൺ, അവരുടെ പാക്കിംഗ് ഒക്കെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോഴാണ് മിസ്റ്റർ ബസന്ത് പെട്ടെന്ന് പറയുന്നു, ഇതെൻ്റെ അവിടെ ഇടത് ഭാഗത്തായിട്ട് പായ് കാണുന്നു. പായ് എന്ന് പറയുമ്പോൾ ഈ ബോട്ടിലും കപ്പലിലും ഒക്കെ യൂസ് ചെയ്യുന്നതാണ് മാസ്റ്റ്. അപ്പം അത് അതിൻ്റെ കാറ്റിൻ്റെ ആ ഒരു ഡിറക്ഷൻ അനുസരിച്ച് ഈ ബോട്ടും കപ്പലും മുമ്പോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് അതിനകത്ത് ഉപയോഗിക്കുന്നതാണ് പായ് എന്ന് പറയുന്നത്. അപ്പോൾ അത് പായ് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും കടലിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ അവരുടെ ഇടത് ഭാഗത്തും മുൻപിലുമൊക്കെ ആയിട്ട് ശരിക്കും വലിയൊരു കടൽ തന്നെ. അതുവരെ ആരും അത് കണ്ടില്ലായിരുന്നു, കാരണം മൂടൽമഞ്ഞ് ഇതിനെ ഇങ്ങനെ മറച്ചിരിക്കുകയായിരുന്നു അവരുടെ കാഴ്ചയിൽ നിന്നും. ഇറ്റ്സ് നെസസറി ടു ഡിസെൻഡ് വിതിൻ എ മിനിറ്റ് ഓർ ടു the rope to the escape valve, which has been religiously enclosed in a little white bag and placed in sight of all so that no one will touch it, is unrolled, and Mr. Mallet holds it in his hand while Captain Jovis looks for a favorable landing. They have to descend within a minute or two. So Mr. Mallet starts to unroll the rope which is connected to escape valve. It has been very carefully enclosed in a white bag so that nobody will touch it. He holds that rope in his hands while Captain Jovis is looking for a place for the suitable landing of the balloon. ഇവിടെ അവർക്ക് 1-2 നിമിഷങ്ങൾക്കുള്ളിൽ ലാൻഡ് ചെയ്തേ ഒക്കത്തുള്ളൂ. അപ്പോൾ മിസ്റ്റർ മാലറ്റ് ചെറുകെ ആ എസ്കേപ്പ് വാൽവുമായിട്ട് കണക്ട് ചെയ്തിരുന്ന റോപ്പ് ഉണ്ടായിരുന്നു. അത് ശരിക്കും ദേ വെരി കെയർഫുള്ളി എൻക്ലോസ്ഡ് ഇൻ എ വൈറ്റ് ബാഗ്. ഹിയർ ദ ഓഥർ യൂസ്ഡ് ദ ടൈം റിലീജിയസ്ലി ടു റെഫർ ദ കെയർഫുൾ ആക്ട്. അവരുടെ ആ ഒരു വളരെ ശ്രദ്ധയോടെയുള്ള ആ ഒരു ആക്ടിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് റിലീജിയസ്ലി എന്നുള്ള വേർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം വളരെ ആദരവോടുകൂടി അവർ ആ ഒരു റോപ്പ് ഒരു വൈറ്റ് ബാഗിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ആരും ആ ഒരു റോപ്പിൻ്റെ അരികിലേക്ക് ചെല്ലത്തില്ല, അതേ തൊടില്ല എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശം. ആ റോപ്പ് ചെറുകെ അഴിച്ചു, അൺറോൾ ചെയ്തു, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കൈകളിൽ പിടിച്ചു. ക്യാപ്റ്റൻ ജോവിസ് ഒരു സ്യൂട്ടബിൾ പ്ലേസ്, ലാൻഡിങ്ങിന് പറ്റിയ ഒരു സ്യൂട്ടബിൾ പ്ലേസ് ഇങ്ങനെ തിരയുകയാണ്. Behind us, the thunder is rumbling and not a single bird follows our mad flight. Now they can hear the rumbling of thunder. No single bird has the courage to follow the wild flight of balloon. ശരിക്കും ആ ബലൂണ് നല്ല വേഗതയിലാണ് ഇങ്ങനെ പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു വേഗത കാരണം, വന്യമായിട്ടുള്ള ആ ഒരു പോക്ക് കാരണം ഒരു പക്ഷിക്ക് പോലും ധൈര്യമില്ലായിരുന്നു അതിൻ്റെ പിന്നാലെ ഇങ്ങനെ പോകാനായിട്ട്. We are passing over a canal. The basket trembles and tips over slightly. The guy rope touches the tall trees on both banks. We pass with frightful rapidity over a large farm, from which the bewildered chickens, pigeons and ducks fly away, while the cows, cats and dogs run terrified towards the house. Now the balloon is passing over a canal. ഇപ്പോൾ ഒരു കനാലിൻ്റെ മുകളിലൂടെയാണ് ബലൂൺ പോകുന്നത്. So the basket shakes slightly and falls over. ചെറുതായിട്ട് ബാസ്ക്കറ്റ് ഒന്ന് കുലുങ്ങി ഒന്ന് ചായുന്നു, but nothing happens. The guy rope attached to the basket touches the tall trees on both banks of the canal. ആ കനാലിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് വലിയ മരങ്ങളുണ്ട്. ആ മരങ്ങളിൽ ഇങ്ങനെ ബാസ്ക്കറ്റിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഗൈ റോപ്പുകൾ ഇങ്ങനെ ടച്ച് ചെയ്തു പോകുന്നു. Now the balloon starts to pass over a large farm. ഇപ്പോൾ ഒരു വലിയ ഫാമിന് മുകളിലൂടെയാണ് ബലൂണിൻ്റെ പോക്ക്.
സോ സ്പീഡ്ലി, നല്ല വേഗത്തിലാണ് പോകുന്നത്. സോ ദ pigeons, chickens and ducks in the farm are bewildered, terrified and fly away. Completely terrified and fly away. ആ ഫാമിലുള്ള ചിക്കൻസും പീജൻസും ഡക്സും ഒക്കെ ഇതിൻ്റെ ആ ഒരു ക്യുക്ക് ആയിട്ടുള്ള ഒരു മാഡ് ഫ്ലൈറ്റ് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഭയന്നിട്ട് പറന്നകരുന്നു. വ്യൂയിങ് ദ mad flight of the balloon, the cows, cats and dogs run terrified. ഭയവികലരായിട്ട് ആ ഫാമിലുള്ള പട്ടികളും പൂച്ചകളും പശുക്കളും ഒക്കെ ഇങ്ങനെ ഓടി അകലുന്നു, ഫാം ഹൗസിലേക്ക് ഓടി കയറുന്നു. Just 1/2 bag of ballast is left. Joyce throws it overboard and lay hold of flies slightly across the roof. The captain once more cries the escape valve. Mr. Mallet reaches for the rope and hangs to it, and we drop like an arrow with the slash of a knife. The cord which retains the anchor is cut, and we drag this grapple behind us through a field of beets. Here are the trees. Take care, hold fast, look out for your heads. We pass over them, then a strong shock shakes us. The anchor has taken hold. Look out, take a good hold, raise yourself by your wrist. We are going to touch the ground. The basket does indeed strike the earth. Then it flies up again once more. It falls and bounds upward again. And at last it settles on the ground while the balloon struggles madly like a wounded beast. Now they are nearing the trees. So Captain Joyce asks everybody to take care, hold fast and look out for their head. They pass over the trees, but a strong shock shakes them. The anchor has taken hold of something. Captain gives final instruction to his fellow travelers how to protect their body while the landing occurs. Now the basket hits the earth and rises up. Once more falls, bounds upward again, and finally settles on the ground. Meanwhile, the balloon struggles madly like a wounded beast. ഇപ്പോൾ അവർ they are nearing the trees. മരങ്ങളുടെ അടുത്തേക്ക് എത്തുകയാണ്. അപ്പോൾ ക്യാപ്റ്റൻ ജോയ്സ് അവരോട് വളരെ ശ്രദ്ധയോടെ ഇരിക്കാൻ പറഞ്ഞു, മരച്ചില്ലകളിലൊക്കെ ചെന്ന് ശരീരം ഇടിക്കാതെ. ദെൻ അവർ മരങ്ങൾ തിങ്ങി നിറഞ്ഞ സ്ഥലം പാസ് ചെയ്യുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ ബലൂണൊന്ന് നല്ലപോലെ ഷെയ്ക്കാവുന്നു. എവിടെയോ അവരുടെ ആങ്കർ എവിടെയോ ടക്കി. ഉടനെ തന്നെ ബാസ്ക്കറ്റ് ഭൂമിയിലേക്ക് തറയിലേക്ക് ചെന്ന് ഇടിക്കുന്നു. ഒന്ന് ഉയർന്നു പൊങ്ങി, വീണ്ടും താപ്പോട്ടേക്ക് താഴ്ന്നു, വീണ്ടും ഉയർന്നു പൊങ്ങി, അവസാനം തറയിൽ തന്നെ സെറ്റിൽസ് ആവുന്നു. ഈ സമയത്ത് ബലൂൺ മുറിവേറ്റ മൃഗത്തെ പോലെ ഇങ്ങനെ സ്ട്രഗിൾസ് മാഡ്ലി, വന്യമായിട്ട് കുലുങ്ങി വിറയ്ക്കുകയാണ്. All the peasants there run towards the balloon, but they don't have the courage to approach the balloon and it's deflated completely. അപ്പം അവിടെ പെസൻസ് ഉണ്ടായിരുന്നു, അവർ അതിന് നേരെ ഓടി വന്നു. പക്ഷേ അടുത്തേക്ക് വരാനുള്ള ധൈര്യമില്ലായിരുന്നു. കാരണം ആ ഒരു ബലൂണിൽ നിന്ന് എയർ കംപ്ലീറ്റ്ലി ഇജക്റ്റ് ആകുന്നിടം വരെ അരികിലേക്ക് വരാനുള്ളൊരു ധൈര്യം അവർക്കില്ലായിരുന്നു. അത്ര ശക്തമായിട്ടാണ് ഗ്യാസ് ഇങ്ങനെ വെളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. All the men gathered there expressed their astonishment by jumping with wild gestures. അവിടെ കൂടിയ പെസൻസ് അവരുടെ സന്തോഷം, അവരുടെ അത്ഭുതം, അതിശയം പ്രകടിപ്പിക്കുകയാണ് ഓരോ വന്യമായ ഓരോ അംഗവിക്ഷേപങ്ങൾ കാണിച്ചുകൊണ്ട്. The cows grazing along the coast also come there, and they form a circle around the balloon, around the basket.
ആ കോസ്റ്റിലൂടെ മേഞ്ഞ് നടന്നിരുന്ന പശുക്കളും ഓടി ബലൂണിനരികിലേക്ക് വരുന്നു. എന്നിട്ട് ബലൂണിന് ചുറ്റും ഒരു സർക്കിൾ ഫോം ചെയ്യുന്നു. Thus their landing occurs at 3:15 in the morning. അങ്ങനെ അവരുടെ ലാൻഡിങ് 3:15 ആകുമ്പം പൂർണ്ണമാവുകയാണ്. With the help of the Belgian peasants, they are able to pack their materials and head towards the railway station at haste. The peasants who gather there are so helpful and friendly. ആ ബെൽജിയൻ പെസൻസ് വളരെ ഫ്രണ്ട്ലി ആയിരുന്നു, വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. സോ അക്കോമഡേറ്റിംഗ് ആൻഡ് ഹോസ്പിറ്റബിൾ. അക്കോമഡേറ്റിംഗ് ആൻഡ് ഹോസ്പിറ്റബിൾ മീൻസ് വെരി ഹെൽപ്ഫുൾ ആൻഡ് ഫ്രണ്ട്ലി. അവരുടെ സഹായത്തോടു കൂടി ക്യാപ്റ്റൻ ജോവിസും അദ്ദേഹത്തിൻ്റെ സഹയാത്രികരും അവരുടെ സാധന സാമഗ്രികളെല്ലാം പാക്ക് ചെയ്ത് ഹൈസ്റ്റുള്ള റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിക്കുന്നു. All the travelers all other travelers are so happy and so grateful to Captain Jovis, the brave captain. With the help of him, they are able to fly upward in the sky, watching the setting of the sun, the rising of the moon, and the dawn of the day. And they go from Paris to the mouth of the Shell through the skies. So all the travelers are so happy, so thankful to Captain Jovis. Okay, thus the story ends. Thank you for your good cooperation.